തിരിച്ചു വരിക. ലാലി, ലല്ലിയുടെ വീട് എവിടെ? ലാൽ ഹിലാമിലാണ്. ലാൽ ഹിലാം എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടോ? ലാൽ ഹിലാം അല്ല, ലാൽ ഹിലാൽ അല്ലേ? ലാലിക്ക് അതൊന്നും അറിയത്തില്ല. ലാലിയുടെ അടുത്ത് വേറെ എന്ത് ചോദിച്ചാലും ലാലി പറയും. ലാലിയുടെ വീട്ടിൽ എന്ത് വരാനുള്ള ഒത്തിരി മരമുണ്ട്. ഒത്തിരി മരമുണ്ട്. എന്നാൽ ഒത്തിരി മരത്തിൻ്റെ ഒരു പേര് പറഞ്ഞേ. ഒത്തിരി മരമൊന്നും ഇതുവരെ എണ്ണീത്തില്ല ലാലി. എണ്ണേതല്ല, ഒത്തിരി മരത്തിൻ്റെ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ പേര് പറഞ്ഞേപോലെ. ലാലി അങ്ങനെ ഇങ്ങനെ വെളിയിറങ്ങാറില്ല. പിന്നെ ഒത്തിരി മരമുണ്ടെന്ന് പറഞ്ഞു. ലാലിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കുറേ മരമുണ്ട്. അതാ ലാലി ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ലാലിയാണ് പുറത്തോട്ട് ഇറങ്ങത്തില്ലാതെ പറഞ്ഞു. ലാലിയുടെ മൊബൈലിന്റെ ചാർജ് തീരുമ്പോളേ ലാലി വെളിയിലോട്ട് ജനൽ വരെ നോക്കും. പക്ഷെ ലാലിയുടെ വീട് മാത്രം നോക്കത്തില്ല. ലാലി എന്താ പറഞ്ഞേ? ലാലിന്റെ ബാഗിന്റെ പേരെന്തുവാ? സ്കൂബിയുടെ. ഇതിനു വേണ്ടി കഥകളി ഇനി എന്റെയാണ്. ഇനി ഇവിടെ നമുക്ക് എത്തിയെത്തും. ഓക്കെ, അക്ഷരം ചോദിക്കും. ഇവക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന അക്ഷരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ഒരു പോസ് ആക്കും. എഫ്. പേരെന്തുവാ? ഫെബ. ഉമ്മയുടെ പേരെന്തുവാ? ഫൈസ. ബാപ്പിയുടെ പേരാ? ഫൈജു. ഫൈജുയുടെ ജോലി എവിടെ ബാപ്പിയുടെ? ഫൈജുയുടെ ജോലി പാർട്ടി ഓഫീസിലാണ്. അപ്പൊ ഫെബ ഇല്ലേ, എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? ഫെബ 3ാം ക്ലാസ്സിലായി. ഇനി അങ്ങോട്ട് പഠിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഫെബയ്ക്ക് തോന്നുന്നുണ്ട്. നിനക്ക് തോന്നുന്നുണ്ടോ അറിയത്തില്ല.